എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഈ വീഡിയോ ക്ലാസ്സിലൂടെ പ്രധാനമായും നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് പ്ലസ് 2 സുവോളജിയിലെ എവല്യൂഷൻ എന്ന ചാപ്റ്ററിൽ നിന്നുള്ള ഫോക്കസ് പോയിന്റുകളാണ്. വളരെ കൃത്യമായും ശ്രദ്ധയോടെയും ഈ വീഡിയോ ക്ലാസ് നിങ്ങൾ കാണുകയാണെങ്കിൽ മുഴുവൻ മാർക്ക് നേടാൻ കഴിയുമെന്നുള്ളത് ഉറപ്പാണ്. എൻ്റെ ഈ വീഡിയോ ക്ലാസ് മുഴുവനും കാണാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുന്നു. ഇതുവരെ ചെയ്ത വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ ഈ വീഡിയോ ക്ലാസ്സിന് താഴെയുള്ള ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടായിരിക്കും. അത് പ്രത്യേകം നോക്കുക. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. എങ്കിൽ പാഠഭാഗത്തേക്ക് കടക്കാം. ആദ്യം ഫോക്കസ് പോയിന്റുകൾ ഏതൊക്കെയാണ് എന്ന് നോക്കാം. ഒറിജിൻ ഓഫ് ലൈഫ്, യൂറേ മില്ലർ എക്സ്പെരിമെന്റ് ആണ് ഇവിടെ ആദ്യമായിട്ട് കൊടുക്കുന്നത്. അതിൻ്റെ ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. വാട്ട് ആർ ദ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ, പരിണാമത്തിന്റെ തെളിവുകളെക്കുറിച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട്. ഹോമോലോഗസ് ഓർഗൻസ്, അനലോഗസ് ഓർഗൻസ് വിത്ത് എക്സാമ്പിൾസ്. ഒബ്സർവേഷൻ സപ്പോർട്ടിംഗ് നാച്ചുറൽ സെലക്ഷൻ, അതിൽ പ്രധാനമായും മൂത്ത്സ് ഇൻ അൺപൊല്യൂട്ടഡ് ഏരിയ ആൻഡ് പൊല്യൂട്ടഡ് ഏരിയാസ് ഇൻ ഇംഗ്ലണ്ട്. ഇൻഡസ്ട്രിയൽ മെലാനിസവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ വിശദമാക്കുന്നത്. നെക്സ്റ്റ്, ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ, അതിലൊരു ഇക്വേഷൻ വളരെ പ്രധാനപ്പെട്ടതും 5 ഘടകങ്ങൾ ഏതൊക്കെയാണ് ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയത്തെ എഫക്ട് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ, നെയിംസ് എലോൺ ഇൻ സീക്വൻഷ്യൽ ഓർഡർ അപ് ടു ഹോമോസാപ്പിയൻസ്. പുരാതന മനുഷ്യനും ഇക്കാലഘട്ടത്തിലെ മനുഷ്യനും അല്ലെങ്കിൽ ഹോമോസാപ്പിയൻസിനെയും കണക്ട് ചെയ്യുന്ന ആ ഒരു ക്രമത്തെക്കുറിച്ച് ആണ് ഇവിടെ വിശദമാക്കുന്നത്. അടുത്തായി ഒറിജിൻ ഓഫ് ലൈഫ്, അതിലേക്ക് കടക്കാം. തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ, യൂറേ മില്ലർ എക്സ്പെരിമെന്റ്. ഹെറോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർ എക്സ്പെരിമെന്റലി പ്രൂവ്ഡ് തിയറി ഓഫ് കെമിക്കൽ എവല്യൂഷൻ. ഇതിനു മുൻപ് പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ അല്ലെങ്കിൽ പല കൺസെപ്റ്റുകൾ എവല്യൂഷനെ കുറിച്ച് ഉണ്ടായിരുന്നുവെങ്കിലും എക്സ്പെരിമെന്റലായിട്ട് പ്രൂവ് ചെയ്യാൻ കഴിഞ്ഞത് ഹെറോൾഡ് യൂറേ ആൻഡ് സ്റ്റാൻലി മില്ലർക്കാണ്. ദേ ക്രിയേറ്റഡ് എ കണ്ടീഷൻ ലൈക്ക് ദാറ്റ് ഓഫ് പ്രിമിറ്റീവ് എർത്ത്. എർത്തിന്റെ ഉത്ഭവ കാലഘട്ടത്തിൽ എങ്ങനെയുള്ളൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു? ഹൈ ടെമ്പറേച്ചർ, വോൾക്കാനിക് സ്റ്റോംസ്, റെഡ്യൂസിംഗ് അറ്റ്മോസ്ഫിയർ വിത്ത് മീഥേൻ, അമോണിയ, വാട്ടർ വേപ്പർ, ഹൈഡ്രജൻ തുടങ്ങിയ ഒരു പ്രത്യേക തരത്തിലുള്ള റെഡ്യൂസിംഗ് അറ്റ്മോസ്ഫിയർ ആയിരുന്നു ഏറ്റവും തുടക്കത്തിലുണ്ടായിരുന്നെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ളൊരു കണ്ടീഷൻ എങ്ങനെ ലാബിൽ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് അവർ പഠനത്തിന് വിധേയമാക്കിയത്. They made electrical discharge in closed flask containing methane, ammonia, hydrogen and water vapor at 800 degrees Celsius. ഇത്രയും മൂലങ്ങളെല്ലാം ഒരുമിച്ച് കൂട്ടി ഒരു ഫ്ലാസ്കിൽ, ഒരു ക്ലോസ്ഡ് ഫ്ലാസ്കിൽ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്യാണ്. തുടർന്ന് ആ ഫ്ലാസ്കിൽ അമിനോ ആസിഡുകൾ ഫോം ചെയ്തു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഇതുപോലുള്ള മറ്റു പല പരീക്ഷണങ്ങളും വേറെ പലരും ചെയ്തു നോക്കിയുണ്ടായി. അവർക്ക് കിട്ടിയ ഉൽപ്പന്നങ്ങൾ വിവിധ തരത്തിലുള്ളതായിരുന്നു. ഷുഗേഴ്സ്, നൈട്രജൻ ബേസസ്, പിഗ്മെന്റ്സ് ആൻഡ് ഫാറ്റ്സ് തുടങ്ങിയവയാണ്. വാട്ട് ആർ ദ എവിഡൻസസ് ഓഫ് എവല്യൂഷൻ? ഇതിലാദ്യം ഹോമോലോഗസ് ഓർഗൻസ്. എന്താണ് ഹോമോലോഗസ് ഓർഗൻസിന്റെ പ്രത്യേകത? അതായത് ഘടനയിലും ഉത്ഭവത്തിലും സിമിലാരിറ്റി ഉണ്ടെങ്കിലും അവയുടെ ധർമ്മങ്ങളിൽ വ്യത്യസ്തത ഉണ്ടായിരിക്കും. അതായത് ദ ഓർഗൻസ് ഹാവിംഗ് ഫണ്ടമെന്റൽ സിമിലാരിറ്റി ഇൻ സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ ബട്ട് ഡിഫറെന്റ് ഫങ്ഷൻസ്. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ഹോമോളജി. ഇപ്പോൾ നേരത്തെ പറഞ്ഞുവല്ലോ, ഡിഫറെന്റ് ഫങ്ഷൻസ് ആയിരിക്കും, ബട്ട് ദെയർ സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ സിമിലർ ആയിരിക്കും. ഇതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ പറയുന്നത് ഹ്യൂമൻ ഹാൻഡ്, വെയിൽസ് ഫ്ലിപ്പേഴ്സ്, ബാറ്റ്സ് വിങ് ആൻഡ് ചീറ്റാസ് ഫൂട്ട്. ഇതെല്ലാം യഥാർത്ഥത്തിൽ ഫോർ ലിംസ് ആണ്. ദീസ് ഫോർ ലിംസ് ഹാവ് ഡിഫറെന്റ് ഫങ്ഷൻസ് ബട്ട് സിമിലർ അനാട്ടമിക്കൽ സ്ട്രക്ചേഴ്സ് സച്ച് ആസ് ബോൺസ്. അതായത് ഈ ഫോർ ലിംബ് എന്ന് പറയുമ്പോൾ തന്നെ പലതരം ഫങ്ഷൻസ് ആണ് ഇവിടെ ഓരോ എനിമലിനും കാണുന്നത്. ഇതിൽ പ്രധാനമായിട്ടും ബോൺസ് സിമിലർ ആണ്. ഹ്യൂമറസ്, റേഡിയസ്, അൾന, കാർപ്പൽസ്, മെറ്റാകാർപ്പൽസ് ആൻഡ് ഫാലഞ്ചസ് ഇതെല്ലാം ഉണ്ട് എന്നുള്ളതാണ്. ഹോമോളജി ഈസ് ഓൾസോ സീൻ ഇൻ ഹാർട്ട്, ബ്രെയിൻ എറ്റ്സെട്ര. പ്ലാന്റ്സിലും ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് കാണുന്നുണ്ട് എന്നുള്ളതാണ്. തോൺസ് ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് ബോഗൺവില്ല ആൻഡ് കുക്കുർബിറ്റ്സ്. ബോഗൺവില്ലയിൽ
തോൺസ്, കുക്കുർബിറ്റ്സിലെ ടെൻഡ്രിൽസ്, ഇതിൻ്റെ രണ്ടിൻ്റെയും ഫങ്ഷൻ ഡിഫറൻ്റ് ആണ്. കാരണം തോൺസ് പ്രൊട്ടക്റ്റീവ് ഫങ്ഷനും ടെൻഡ്രിൽസ് ക്ലൈംബിംഗ് ഫങ്ഷനുമാണ് ചെയ്യുന്നത്. അതിൻ്റെ ഒറിജിൻ സിമിലർ ആണ് എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. ഇവിടെ ഫോർ ലിംബ്സിൻ്റെ പിക്ചേഴ്സ് കാണിച്ചിരിക്കുന്നു. മാൻ, ചീറ്റ, വെയിൽ ആൻഡ് ബാറ്റ്. അതിൻ്റെ പിക്ചേഴ്സ് നോക്കി മനസ്സിലാക്കുക. അതുപോലെ ബോഗൺവില്ല, കുക്കുർബിറ്റ്സ്, ഇതിൻ്റെയും പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിരിക്കുന്നു. അത് വ്യക്തമായി മനസ്സിലാക്കാവുന്നതാണ്. ഒറിജിൻ ഓഫ് ഹോമോലോഗസ് ഓർഗൻസ് ഈസ് ഡ്യൂ ടു ഡൈവേർജന്റ് എവല്യൂഷൻ. ഹോമോലോഗസ് ഓർഗൻസിന്റെ ഒറിജിന് പ്രധാനമായിട്ടും ഡൈവേർജന്റ് എവല്യൂഷനാണ് കാരണമായിട്ടുള്ളത്. ഡൈവേർജന്റ് എവല്യൂഷൻ ഈസ് ദ എവല്യൂഷൻ ബൈ വിച്ച് റിലേറ്റഡ് സ്പീഷീസ് ബിക്കം ലെസ് സിമിലർ ടു സർവൈവ് ആൻഡ് അഡാപ്റ്റ് ഇൻ ഡിഫറെന്റ് എൻവിറോൺമെന്റൽ കണ്ടീഷൻസ്. വ്യത്യസ്തമായിട്ടുള്ള എൻവിറോൺമെന്റൽ കണ്ടീഷനിൽ അവർ അഡാപ്റ്റഡ് ആയിട്ട് മാറുകയാണ്, സർവൈവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയാണ്. അങ്ങനെ അവരുടെ ഫങ്ഷൻസ് ഡിഫറൻ്റ് ആയിട്ട് മാറുന്നു എന്നുള്ളതാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ടുള്ളത്. അനലോഗസ് ഓർഗൻസ്, ഓർഗൻസ് ഹാവിംഗ് സിമിലർ ഫങ്ഷൻ ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ ആൻഡ് ഒറിജിൻ. ദിസ് ഫിനോമിനൻ ഈസ് കോൾഡ് ആനോളജി. ഹോമോലോഗസ് ഓർഗനിൽ നിന്ന് വ്യത്യസ്തമായി ഇവിടെ സിമിലർ ഫങ്ഷനാണ്, ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചറും ഒറിജിനുമാണ് ഉള്ളത്. ചില ഉദാഹരണങ്ങൾ ഇവിടെ കൊടുത്തിരിക്കുന്നു. വിങ്സ് ഓഫ് ഇൻസെക്ട്, വിങ്സ് ഓഫ് ബേർഡ്സ്. ഇവിടെ ഫങ്ഷൻ സിമിലർ ആണ്, സ്ട്രക്ചർ ഡിഫറെൻ്റ് ആണ്. ഐ ഓഫ് ഒക്ടോപ്പസ് ആൻഡ് മമ്മൽസ്. ഫ്ലിപ്പർ ഓഫ് പെൻഗിൻസ് ആൻഡ് ഡോൾഫിൻസ്. സ്വീറ്റ് പൊട്ടാറ്റോ ആൻഡ് പൊട്ടാറ്റോ. സ്വീറ്റ് പൊട്ടാറ്റോയിലെ റൂട്ട് മോഡിഫിക്കേഷൻ ആണ്, പൊട്ടാറ്റോയിലെ സ്റ്റെം മോഡിഫിക്കേഷൻ ആണ്. ഫങ്ഷൻ ഫുഡ് സ്റ്റോറേജ് ആണ്. സിമിലർ ഫങ്ഷൻ ആണ് ഇവിടെ വരുന്നത്. ട്രക്കി ഓഫ് ഇൻസെക്ട്സ് ആൻഡ് ലങ്സ് ഓഫ് വെർട്ടബ്രേറ്റ്സ്. രണ്ടിൻ്റെയും ഫങ്ഷൻ സിമിലർ ആണ്. ഒറിജിൻ ഓഫ് അനലോഗസ് ഓർഗൻസ് ഈസ് ഡ്യൂ ടു കൺവേർജന്റ് എവല്യൂഷൻ. അനലോഗസ് ഓർഗൻസിന്റെ ഒറിജിന് പ്രധാനമായിട്ടും കാരണമാകുന്നത് കൺവേർജന്റ് എവല്യൂഷൻ ആണ്. കൺവേർജന്റ് എവല്യൂഷൻ ഈസ് ദ എവല്യൂഷൻ ബൈ വിച്ച് unrelated species become more similar to survive and adapt in similar environmental conditions. അൺറിലേറ്റഡ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽസ് ആണെങ്കിൽ പോലും, സ്പീഷീസിലാണെങ്കിൽ പോലും, സിമിലർ ആയിട്ടുള്ള എൻവിറോൺമെന്റൽ കണ്ടീഷനിൽ അവർ സർവൈവ് ചെയ്യുന്നു, അഡാപ്റ്റ് ചെയ്യുന്നു, ഒരേ ഫങ്ഷൻസിലേക്ക് മാറുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇൻഡസ്ട്രിയൽ മെലാനിസം, ഇവിടെ നാച്ചുറൽ സെലക്ഷനിലാണ് ഇത് വരുന്നത്. It is the process by which organisms that are best suited for their environment survive and reproduce. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സർവൈവ് ചെയ്യാനും റീപ്രൊഡ്യൂസ് ചെയ്യാനും കഴിയുമെങ്കിൽ അവർ സെലക്ട് ചെയ്യപ്പെടുകയാണ്. ഇൻഡസ്ട്രിയൽ മെലാനിസമാണ് ഇതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് പറയുന്നത്. ഇറ്റ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ നാച്ചുറൽ സെലക്ഷൻ ബൈ ആന്ത്രോപോജനിക് ആക്ഷൻ. കാരണം ഇവിടെ ഹ്യൂമൻ ആക്ടിവിറ്റീസ് ആണ് എവല്യൂഷന് കാരണമാകുന്നതായിട്ട് കാണുന്നത്. ബിഫോർ ഇൻഡസ്ട്രിയലൈസേഷൻ മുൻപ് ദർ വാസ് തിക്ക് ഗ്രോത്ത് ഓഫ് വൈറ്റ് കളേർഡ് ലൈക്കൻ കവേർഡ് ദ ട്രീസ്. അതായത് വൈറ്റ് കളേർഡ് ലൈക്കൻസ് ആണ് ട്രീയുടെ ഭാഗങ്ങളിൽ കവർ ചെയ്ത് നിന്നിരുന്നെങ്കിൽ ഇൻ ദാറ്റ് ബാക്ക്ഗ്രൗണ്ട് ദ വൈറ്റ് വിങ്ഡ് മോത്ത് സർവൈവ്ഡ് ബട്ട് ദ ഡാർക്ക് വിങ്ഡ് മോത്ത് വെയർ പിക്ക്ഡ് ഔട്ട് ബൈ പ്രൊഡാറ്റേഴ്സ്. ഇവിടെ ഒരു പ്രത്യേകത നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുള്ളത്, വൈറ്റ് വിങ്ഡ് മോത്ത്സ് അവിടെ സർവൈവ് ചെയ്യുകയാണ്, ബട്ട് ദ ഡാർക്ക് കളേർഡ് മോത്ത് വെയർ പിക്ക്ഡ് ഔട്ട് ബൈ ദ പ്രിഡേറ്റേഴ്സ്. ഡാർക്ക് വിങ്ഡ് മോത്ത്സ് ആയിരുന്നു അവിടെ പ്രിഡേറ്റേഴ്സിന്റെ അറ്റാക്കിന് വിധേയമായിരുന്നത്. കാരണം പൊടിപടലങ്ങൾ നിറഞ്ഞൊരു അന്തരീക്ഷമല്ലായിരുന്നു, ഡാർക്ക് വിങ്ഡ് മോത്തിനെ കാണാമായിരുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. ഇനി ഈ പിക്ചേഴ്സിൽ അത് വ്യക്തമായിട്ട് കാണാം. After industrialization, tree trunks become dark due to industrial smoke and soot. വ്യവസായ വിപ്ലവത്തിന് ശേഷം അവിടെ ട്രീ ട്രങ്കിലൊക്കെ ഡാർക്ക് കളർ അപ്പിയർ ചെയ്യാൻ തുടങ്ങി. കാരണം ഇൻഡസ്ട്രിയൽ സ്മോക്കും സൂട്ട്സ് ഒക്കെ അവിടെ വന്നടിയുന്നത് കൊണ്ടാണ്. നോ ലൈക്കൻസ് അവിടെ അപ്രത്യക്ഷമാകുകയാണ്. കാരണം ലൈക്കൻസ് പൊള്യൂഷൻ ഇൻഡിക്കേറ്റേഴ്സും കൂടിയാണ്.
Under this condition, white-winged moth did not survive because the predators identified them easily. കാരണം വൈറ്റ് വിങ്ഡ് മോത്ത് അവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ പ്രെഡേറ്റേഴ്സിന് വളരെ എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ കഴിയും. അവരുടെ സർവൈവല് അതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടിലാകുന്നു. ഡാർക്ക് വിങ്ഡ് മോത്ത് സർവൈവഡ് ബിക്കോസ് ഓഫ് സൂട്ടബിൾ ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്. ഇവിടെ ഡാർക്ക് വിങ്ഡ് മോത്താണ് സർവൈവ് ചെയ്യുന്നതായിട്ട് കാണുന്നത്. കാരണം ഡാർക്ക് കളേർഡ് ആയിട്ടുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ആണുള്ളത്. പ്രെഡേറ്റേഴ്സ് കുഡ് നോട്ട് ഐഡന്റിഫൈ ദം. അതുകൊണ്ട് തന്നെ പ്രെഡേറ്റേഴ്സിനെ അവർ ഐഡന്റിഫൈ ചെയ്യാനായിട്ട് കഴിയുന്നില്ല എന്നുള്ളതാണ്. ഹാർഡി വെയിൻബർഗ് ഇക്വിലിബ്രിയം. Allele frequencies in a population are stable and is constant from generation to generation in the absence of disturbing factors. മിക്കവാറും ഒരു പോപ്പുലേഷനിലെ അലിൽ ഫ്രീക്വൻസീസ് കോൺസ്റ്റന്റ് ആയിരിക്കും. അത് മിക്കവാറും തലമുറകൾ തോറും അത് നിലനിന്ന് പോവുകയാണ്. ജീൻ പൂൾ റിമെയിൻസ് കോൺസ്റ്റന്റ്. ടോട്ടൽ ജീൻസ് ആൻഡ് ദർ അലീൽസ് ഇൻ എ പോപ്പുലേഷൻ എന്ന് പറയുന്നത് മിക്കവാറും കോൺസ്റ്റന്റ് ആയിട്ടിരിക്കും. ദിസ് ഈസ് കോൾഡ് ജനറ്റിക് എക്വിലിബ്രിയം അല്ലെങ്കിൽ ഹാർഡി വെയിൻബർഗ് എക്വിലിബ്രിയം എന്നാണ് ഇതിനെ വിളിക്കുന്നത്. അതുകൊണ്ട് തന്നെ സം ടോട്ടൽ ഓഫ് ഓൾ ദ അലിൽ ഫ്രീക്വൻസീസ് is equal to 1. Example, consider in a diploid P and Q are the frequencies of allele capital A and small a respectively. Dominant allele recessive allele heterozygous ആയിട്ടുള്ള allele frequency ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. Frequency of capital AA is equal to P square. Frequency of small AA is equal to Q square. Frequency of capital A small a is equal to 2PQ. Hence P square plus 2PQ plus Q square is equal to 1. ഇത് ബൈനോമിയൽ എക്സ്പാൻഷൻ ഓഫ് P plus Q ഹോൾ സ്ക്വയർ ആണ്. അപ്പോൾ ഇവിടെ അലിലിക് ഫ്രീക്വൻസീസ് കണക്കാക്കുന്ന വിധം മനസ്സിലാക്കാം. ചേഞ്ച് ഓഫ് ഫ്രീക്വൻസി ഓഫ് അലിൽ ഇൻ എ പോപ്പുലേഷൻ ഡിസ്റ്റർബ്സ് ഹാർഡി വെയിൻബർഗ് എക്വിലിബ്രിയം. അലിൽ ഫ്രീക്വൻസീസിലെ ചേഞ്ച് ഉണ്ടാക്കുന്ന എന്തെങ്കിലും കാരണങ്ങൾ വരികയാണെങ്കിൽ അത് ഹാർഡി വെയിൻബർഗ് എക്വിലിബ്രിയത്തെ ഡിസ്റ്റർബ് ചെയ്യുകയാണ്, എഫക്റ്റ് ചെയ്യുകയാണ്. This changes due to evolution. ഈ മാറ്റത്തിന് കാരണം എവല്യൂഷനാണ്. ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഹാർഡി വെയിൻബർഗ് എക്വിലിബ്രിയം. ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഹാർഡി വെയിൻബർഗ് എക്വിലിബ്രിയം ഡിസ്റ്റർബ് ചെയ്യുന്നതിന് കാരണമാകുന്നത്? ജീൻ മൈഗ്രേഷൻ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ, ഇത്തരം കാര്യങ്ങളാണ്. ജീൻ മൈഗ്രേഷൻ എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ദ ജീൻ ഫ്ലോ ഫ്രം വൺ പോപ്പുലേഷൻ ടു അനദർ. Here, gene frequencies change in both populations. Gene frequencies-ലെ രണ്ട് പോപ്പുലേഷനിലും മാറ്റങ്ങൾ വരികയാണ്. Gene flow occurs if migration happens multiple times. പല പ്രാവശ്യം മൈഗ്രേഷൻ നടക്കുമ്പോഴാണ് ജീൻ ഫ്ലോ നടക്കുന്നത്, ജീൻ മൈഗ്രേഷൻ ഉണ്ടാകുന്നതായിട്ട് പറയുന്നത്. ജനറ്റിക് ഡ്രിഫ്റ്റ്, ജീൻ ഫ്ലോ ബൈ ചാൻസ് കോസിംഗ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി. സംടൈംസ് ചേഞ്ച് ഇൻ ഫ്രീക്വൻസി സോ ഡിഫറെന്റ് in the new sample of population that they become a different species. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു മിക്സഡ് പോപ്പുലേഷൻ നിന്ന് മാറ്റപ്പെടുന്ന സാഹചര്യത്തിൽ, പുതിയ സാഹചര്യത്തിൽ അത്തരം സ്പീഷീസുകൾ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ അല്ലെങ്കിൽ ഫൗണ്ടേഴ്സ് ആയിട്ട് മാറുകയാണ്. ദ ഒറിജിനൽ ഡ്രിഫ്റ്റഡ് പോപ്പുലേഷൻ ബിക്കം ഫൗണ്ടേഴ്സ് ആൻഡ് ദ ഇഫക്റ്റ് ഈസ് കോൾഡ് ഫൗണ്ടർ ഇഫക്റ്റ്. പുതിയ സ്ഥലത്തേക്ക് മാറ്റപ്പെടുമ്പോൾ ആ മിക്സഡ് പോപ്പുലേഷൻ നിന്ന് ഈ പോപ്പുലേഷനിലെ മാറ്റങ്ങൾ സംഭവിക്കുകയാണ്. ഇതിനെ ഫൗണ്ടർ ഇഫക്റ്റ് എന്നാണ് പറയുന്നത്. മ്യൂട്ടേഷൻ, ഇറ്റ് റിസൾട്ട്സ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ന്യൂ ഫീനോടൈപ്സ്. മ്യൂട്ടേഷനിലൂടെ പുതിയ ഫീനോടൈപ്പുകൾ ഉണ്ടാകാം. ഓവർ ഫ്യൂ ജനറേഷൻസ് ദിസ് ലീഡ്സ് ടു സ്പീസിയേഷൻസ്. മ്യൂട്ടേഷൻ ക്രിയേറ്റ്സ് വേരിയേഷൻ. കുറെ തലമുറകൾ കഴിയുമ്പോൾ ഇത് സ്പീസിയേഷൻ, പുതിയ സ്പീഷീസ് ഉണ്ടാകുന്നതിന് കാരണമാവുകയാണ്. കാരണം മ്യൂട്ടേഷൻ വേരിയേഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് കൊണ്ടാണ്. ജനറ്റിക് റീകോമ്പിനേഷൻ, ഇറ്റ് ഈസ് ദ റീഷഫ്ലിംഗ് ഓഫ് ജീൻ കോമ്പിനേഷൻസ് ഡ്യൂറിംഗ് ക്രോസിംഗ് ഓവർ റിസൾട്ടിംഗ് ഇൻ ജനറ്റിക് വേരിയേഷൻ. മിയോസിസിലെ പാക്കറ്റിൻ സ്റ്റേജിൽ ആണ് ഇത് സംഭവിക്കുന്നത്. അവിടെ ക്രോസിംഗ് ഓവർ നടക്കുന്നതിന് ഫലമായി ജീൻ വിനിമയമാണ് സംഭവിക്കുന്നത്. അതിലൂടെ ജനറ്റിക് വേരിയേഷന് കാരണമാകുന്നു. മറ്റൊന്നാണ് നാച്ചുറൽ സെലക്ഷൻ. ഈ നാച്ചുറൽ സെലക്ഷൻ 3 രീതിയിലാണ്: സ്റ്റെബിലൈസിംഗ് സെലക്ഷൻ, ഡയറക്ഷൻ സെലക്ഷൻ, ഡിസ്റപ്റ്റീവ് സെലക്ഷൻ. ഇവിടെ ആദ്യം സ്റ്റെബിലൈസിംഗ് സെലക്ഷനിൽ മീഡിയം സൈസ് ഇൻഡിവിജ്വൽസിനെ
സെലക്ട് ചെയ്യുന്നു. ഡയറക്ഷൻ സെലക്ഷനിൽ വൺ എക്സ്ട്രീം ക്യാരക്ടറിനെ സെലക്ട് ചെയ്യപ്പെടുകയാണ്. ഡിസ്റപ്റ്റീവ് സെലക്ഷനിൽ രണ്ട് എക്സ്ട്രീം എൻഡിലുള്ള പോപ്പുലേഷനെയാണ് സെലക്ട് ചെയ്യപ്പെടുന്നത്. ഇതും ജീൻ ഫ്രീക്വൻസി ചേഞ്ച് വരുത്തുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഉൾപ്പെടുന്നു. ഒറിജിൻ ആൻഡ് എവല്യൂഷൻ ഓഫ് മാൻ. ഇവിടെ പ്രിമിറ്റീവ് മാൻ മുതൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഹോമോസാപ്പിയൻസ് വരെയുള്ള ഒരു ക്രമമാണ് എടുത്ത് എഴുതേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കിയെടുക്കേണ്ടത്. ആദ്യം ഡ്രയോപിത്തിക്കസ്, പിന്നീട് രാമപിത്തിക്കസ്, ആസ്ട്രലോപിത്തിക്കസ്, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോ നിയാണ്ടർത്തലൻസിസ്, ഹോമോസാപ്പിയൻസ്. ഇതാണ് ക്രമം. അപ്പോൾ ആ ക്രമം ഡ്രയോപിത്തിക്കസ് മുതൽ ഹോമോസാപ്പിയൻസ് വരെയുള്ളത് വളരെ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ്. ഇതിലാദ്യം വിച്ച് ഓഫ് ദ ഫോളോവിംഗ് സെറ്റ്സ് ഓഫ് ഗ്യാസസ് വെയർ യൂസ്ഡ് ഇൻ മില്ലേഴ്സ് എക്സ്പെരിമെന്റ്. 4 ഓപ്ഷൻസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇതിലേറ്റവും കറക്റ്റായിട്ടുള്ള ഓപ്ഷൻ രണ്ടാമത്തേതാണ്. അമോണിയ, മീഥേൻ, വാട്ടർ വേപ്പർ ആൻഡ് ഹൈഡ്രജൻ. അത് തെരഞ്ഞെടുക്കുക. തോൺസ് ഓഫ് ബോഗൺവില്ല ആൻഡ് ടെൻഡ്രിൽസ് ഓഫ് കുക്കുർബിറ്റ്സ് ആർ എക്സാമ്പിൾസ് ഓഫ്. ഇവിടെ അനലോഗസ് ഓർഗൻസ്, ഹോമോലോഗസ് ഓർഗൻസ്, വെസ്റ്റിജൽ ഓർഗൻസ്, റിട്രോഗ്രസീവ് എവല്യൂഷൻ. ഇങ്ങനെ 4 ഓപ്ഷൻ കൊടുത്തിരിക്കുന്നു. ഇതിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള ആൻസർ ഹോമോലോഗസ് ഓർഗൻസ് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ എക്സ്പെരിമെന്റൽ സെറ്റപ്പ് ഇൻ എവല്യൂഷൻ ആൻഡ് ആൻസർ ദ ഫോളോവിംഗ്. നെയിം ദ എക്സ്പെരിമെന്റ്. എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഗിവൺ എക്സ്പെരിമെന്റൽ സെറ്റപ്പ്. ഇവിടെ യൂറേ ആൻഡ് മില്ലർ എക്സ്പെരിമെന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ഇത് എങ്ങനെയാണ് ഒരു സ്പാർക്ക് ഡിസ്ചാർജ് അപ്പാരറ്റസിൽ കണ്ടക്ട് ചെയ്യുന്നത്, അതുപോലെ അവിടെ കിട്ടിയ പ്രൊഡക്റ്റ് അമിനോ ആസിഡ് എന്നുള്ളതും കെമിക്കൽ എവല്യൂഷന്റെ ഭാഗമായിട്ടാണ് ഈ എക്സ്പെരിമെന്റ് കണ്ടക്ട് ചെയ്തെന്നുള്ളതും മനസ്സിലാക്കിയെടുക്കുക. നെക്സ്റ്റ്, ഫിഗർ ഷോസ് വൈറ്റ് വിങ്ഡ് മോത്ത് ആൻഡ് ഡാർക്ക് വിങ്ഡ് മോത്ത് ഓൺ എ ട്രീ ട്രങ്ക്. എ ഇൻ അൺപൊല്യൂട്ടഡ് ഏരിയ, ബി ഇൻ പൊല്യൂട്ടഡ് ഏരിയ. വിച്ച് എവല്യൂഷണറി തിയറീസ് ഡെപിക്റ്റഡ് ബൈ ദിസ് ഫിഗർ? വാട്ട് ഈസ് ഇൻഡസ്ട്രിയൽ മെലാനിസം? ഇവിടെ എയുടെ ആൻസർ തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ ബൈ ഡാർവിൻ എന്നുള്ളതാണ്. ബിയുടെ ആൻസർ ഇൻഡസ്ട്രിയൽ മെലാനിസം ഈസ് ദ ഡെവലപ്മെന്റ് ഓഫ് ഡാർക്ക് കളറേഷൻ ഇൻ പോപ്പുലേഷൻ ദാറ്റ് ആർ എക്സ്പോസ്ഡ് ടു ഇൻഡസ്ട്രിയൽ എയർ പൊല്യൂഷൻ എന്നുള്ളതാണ്. മറ്റൊരു ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിരിക്കുന്നു. എക്സാമിൻ കെയർഫുള്ളി ദ ഡീറ്റെയിൽസ് ഗിവൺ ആൻഡ് ഗ്രൂപ്പ് സിമിലർ വൺ ഇൻ ദ ടേബിൾ. ഗിവ് സൂട്ടബിൾ ടൈറ്റിൽ ഫോർ ഈച്ച് കോളം. അനലൈസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഈച്ച് ഗ്രൂപ്പ് ഇൻ എവല്യൂഷൻ. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൊടുത്തിരിക്കുകയാണ്. ഇതിനെ 3 ഗ്രൂപ്പായി തിരിക്കുക എന്നുള്ളതാണ്. ഹോമോലോഗസ് ഓർഗൻസ്, അനലോഗസ് ഓർഗൻസ്, വെസ്റ്റിജിയൽ ഓർഗൻസ്. ഈ 3 ഗ്രൂപ്പുകളിലേക്ക് ഉൾപ്പെടുത്തുക. അത് കൃത്യമായി ചെയ്യുക. നെക്സ്റ്റ്, എവല്യൂഷൻ ഈസ് എ ഡിപ്പാർച്ചർ ഫ്രം ഹാർഡി വെയിൻബർഗ് എക്വിലിബ്രിയം. കമന്റ് ഓൺ ദി സ്റ്റേറ്റ്മെന്റ്. വാട്ട് ആർ ദ 5 ഫാക്ടേഴ്സ് ദാറ്റ് എഫക്ട് ഹാർഡി വെയിൻബർഗ് എക്വിലിബ്രിയം? ഹാർഡി വെയിൻബർഗ് എക്വിലിബ്രിയത്തിൽ എന്താണ് പറയുന്നത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി വെക്കണം. അല്ലിൽ ഫ്രീക്വൻസിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. ഈ അല്ലിൽ ഫ്രീക്വൻസി ചേഞ്ച് വരുത്തുന്നത് എങ്ങനെയാണ് എന്നും കൂടി ഈ ക്വസ്റ്റ്യൻ ആൻസർ ആയിട്ട് വരുന്നുണ്ട്. പ്രധാനമായിട്ടും 5 ഫാക്ടേഴ്സ് ആണ് അല്ലിൽ ഫ്രീക്വൻസീസിൽ ചേഞ്ച് വരുത്തുന്നത്. ജീൻ മൈഗ്രേഷൻ ഓർ ജീൻ ഫ്ലോ, ജനറ്റിക് ഡ്രിഫ്റ്റ്, മ്യൂട്ടേഷൻ, ജനറ്റിക് റീകോമ്പിനേഷൻ, നാച്ചുറൽ സെലക്ഷൻ. ഇത്രയും കാര്യങ്ങളാണ്. നെക്സ്റ്റ്, ഒബ്സർവ് ദ ഡയഗ്രാം ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. ഇവിടെ ഐഡന്റിഫൈ ദ ടൈപ്സ് ഓഫ് എവല്യൂഷൻ ഇൻ ദ കൺസെപ്റ്റ് ഡയഗ്രാം എ ആൻഡ് ബി. പ്രധാനമായിട്ടും എവല്യൂഷൻ ഏതൊക്കെ ടൈപ്പ് എവല്യൂഷൻ ആണ് എയും ബിയിലും കാണിച്ചിരിക്കുന്നത്. റൈറ്റ് എക്സാമ്പിൾ പെയർ ഈച്ച് ഫോർ ഹോമോലോഗസ് ആൻഡ് അനലോഗസ് ഓർഗൻസ്. ഇവിടെ ഇതിന് ആൻസർ ആയിട്ട് കൊടുക്കുന്നത് എ ഡൈവേർജന്റ് എവല്യൂഷൻ, ബി കൺവേർജന്റ് എവല്യൂഷൻ ആണ്. ഹോമോലോഗസ് ഓർഗൻസിന് എക്സാമ്പിളും അനലോഗസ് ഓർഗൻസിന് എക്സാമ്പിളും കൃത്യമായി നോക്കി മനസ്സിലാക്കുക. അറേഞ്ച് ദം ഇൻ ക്രോണോളജിക്കൽ ഓർഡർ. ഹോമോസാപ്പിയൻസ്, ഡ്രയോപിത്തിക്കസ്, ആസ്ട്രലോപിത്തിക്കസ്, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്. ഇത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്ത് വയ്ക്കുക. ഡ്രയോപിത്തിക്കസ്, ആസ്ട്രലോപിത്തിക്കസ്, ഹോമോ ഹാബിലസ്, ഹോമോ ഇറക്ടസ്, ഹോമോസാപ്പിയൻസ്. ഇത്രയുമാണ് ഇതിന്റെ ക്രമം. എൻ്റെ ഈ വീഡിയോ ക്ലാസ്സിൽ നിന്ന് ഇത്ര നേരം കേട്ടിട്ട് നിങ്ങൾക്ക് എവല്യൂഷൻ എന്ന ചാപ്റ്ററിലെ ഫോക്കസ് പോയിന്റുകളെ കുറിച്ച് കൃത്യമായി അറിയാനായിട്ട് കഴിഞ്ഞു.
കൂടുതൽ ശ്രദ്ധയോടെ മനസ്സിലാക്കുകയാണെങ്കിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാനായിട്ട് നിങ്ങൾക്ക് കഴിയുന്നതാണ്. എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എല്ലാവർക്കും നന്ദി.